ഹേയ് ഇമാതിരി ഒരു കടത്തൻ ബാപ്പ. വല്ലാത്തൊരു കടത്തൻ തന്നെയത്. ഏതായാലും കടന്നിട്ട് പൂതി തീർന്നില്ലാന്ന് പറയലുണ്ടാകൂല. നീച്ചുകാണ്ട് എന്തെങ്കിലും ഒരു പണി എടുക്കാൻ നോക്ക്. ഇഞ്ഞ മാത്രം കണക്കാക്കി നിക്കണ്ട. ഒരു മാസം 2 മാസം ഇവിടെ തികയുന്നുള്ളൂ. അപ്പൊ അതിന് ഇമാര് സീണം കൊയ്ക്കണേ എങ്ങനെയാ ഇജ്ജൊക്കെ 10 മാസം തിക്കുക? നീച്ചണ്ട പാത്രം കേൾക്കാനവിടെ കൂട്ടിയിട്ടിരുന്നു. ആ കൊന്നെടുത്ത് കേൾക്കി. ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? എന്താണാവമ്മ ഊരൊക്കെ ഇടുവേറിനൊക്കെ നല്ല വേദന. ഞാൻ കുറച്ചുകൊണ്ട് ചെയ്തോണ്ട്. കുറച്ചല്ലോ എപ്പഴാ ഈ കുറച്ച് കജ്ജല്? ഇവിടെ മനുഷ്യന്മാര് വരാനും പോകാനൊക്കെ ഉള്ളതാണ്. വീർത്തില്ലാതെ കിടക്കാൻ പറ്റൂല. പള്ളയിൽ ഉണ്ടായിക്കണമെങ്കിൽ ഉള്ള കൊണക്കട് മുഴുവനും ഉണ്ടാകും. അത് എഴുതിക്കാണ്ട് ഇങ്ങനെ അടച്ചുകൂട്ടി കിടക്കലല്ല. ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒരു കുട്ടീനെ കിട്ടുള്ളൂ. ഇജ്ജ് പിന്നെ എത്ര എഴുതിക്കണത്? ചുളൂല് എനിക്കൊരു കുട്ടീനെ കിട്ടുന്നോ? പാപ്പാ അതിനൊക്കെ എങ്ങനെയാണാ ഉണ്ടായിക്കണത്? മഴയും പെയ്തു. ഇനിയിപ്പോ ഇത് പെയ്തുകണമെങ്കിൽ ഇത് ചോർച്ച ഉണ്ടാകൂല. ആ മുറ്റം കൂടി ഒന്ന് തോണ്ട് വെക്കെങ്കില്. ഇന്നലെയും മുറ്റം അടിച്ചേരിട്ടില്ല, മിഞ്ഞാന്നും അടിച്ചേരിട്ടില്ല. ബാക്കിയുള്ളവർ എത്തൊക്കെ എടുക്കേണ്ട വെച്ചല്ല. ഇനിയിപ്പോ ആ മലയിൽ കൂടെ ഒക്കെ പോയിക്കണമെങ്കിൽ 2 ഉള്ളി വിറക് ഇട്ടിരുന്നു. അതിനിപ്പോ ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോകാൻ കൂടുന്നുണ്ടോ? ആ മുറ്റം ഒന്ന് തോണ്ട്. അങ്ങട്ട് കൊമ്പിട്ട് കണ്ട അമർത്തിയാണ് അടിച്ചു വരേ. ഓരോ മൂലക്കിലും ഇതാ കൂട്ടി വെച്ചിക്കണത്. ഇതൊക്കെ ആർക്കുള്ളതാണ്? ഇതൊക്കെ പെരക്കാരെ ഒഴിവാക്കി ഇങ്ങാണ്ട് കണ്ടവരൊപ്പം മണ്ടി പോരുമ്പോ ഓർക്കണ്ടേനി. ഇപ്പൊ എത്ര ഉണ്ടായിക്കണത്? തൊട്ടതും ഇല്ല, പിടിച്ചതും ഇല്ല. മഴക്കാർക്കൊക്കെ അതന്നെയാണ് വേണ്ടത്. ഇനിയിപ്പൊ ആ പള്ളയിലുള്ള സന്തതി ഇപ്പൊ ഇഞ്ച മകന്റെന്ന് പറഞ്ഞാണ്ട് ഒരു തലേക്ക് ഇട്ടാ മതിയല്ലോ. ആരുതാന്ന് ആർക്കറിയാ? മരിക്കാരൊന്നും വിശ്വസിക്കാൻ പറ്റൂല. എത്ര നാഗെടുത്ത് മുണ്ടിയാലും ഉണ്ട് ഒരു ഒലിപ്പിച്ചല്. അതിനായിട്ട് കള്ള കണ്ണീര് എവിടുന്നാ വരുന്നതാവോ?
ഞാൻ കുറച്ചൊരു കജ്ജുമ്പോത്തിനോട് വരുവേ. ഏ ആ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ വരുമ്പോത്തിന്. ആ ശരി. അല്ലമ്മ നിങ്ങൾ എത്ര പണിയാണ് ഈ കാട്ടണത്? പള്ളയുള്ള നാത്തൂനെ കൊണ്ടാണോ ഈ പണിയൊക്കെ എടുപ്പിച്ചത്? സ്വന്തം പെരക്കാരെയും കുടുംബക്കാരെയും എല്ലാരും ഇട്ടുങ്ങാണ്ട് ഇഞ്ചി ആംഗ്ലേന്റെ ഒപ്പം ഇറങ്ങി പോകുന്ന ആളാണ്, എന്നിട്ട് ഇങ്ങനെയാണോ നിങ്ങള് കാട്ടണത്? താത്ത അങ്ങോട്ട് കേറിയിരുന്നോളി. അല്ല ഇഞ്ച സുലൈക്ക, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അന്റെ ഈ പുന്നാര നാത്തൂനെ കാണാൻ ഇടക്കും തിരക്കൊക്കെ കേറി വരുകൊണ്ടീന്ന്? എന്നിട്ട് ചിപ്പിളാ വരുന്നത്? ഓളി അവസ്ഥയിൽ കുത്തിറക്കാൻ നിനക്ക് അറിയില്ലേ? അതുകൊണ്ടും കൂടി അല്ല ഇമ്മ ഈ വരവ്. അല്ലമ്മ നിങ്ങൾ വിളിച്ച കാര്യത്താണ്? ഫോൺ കൂടെ എനിക്ക് ചോദിന് പറഞ്ഞും തരൂല. എത്താണ്? അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്നാ ഇവിടെ കൂട്ടും എടി, നമുക്ക് ആ മൂദേവിനെ എങ്ങനെയും ഇവിടുന്ന് പുറത്താക്കണം. എത്തിനാണ് അതിനൊക്കെ വെറുതെ പേറ്റി പോറ്റുന്നത്? ഇഞ്ച മകനോ പോയി, പിന്നെ എത്തിനാ ഓളെ ഇനിയിപ്പോ പള്ളയിലാക്കണേ? പള്ളയിലുണ്ട് എന്ന് പറഞ്ഞോണ്ട് കിടക്കണേ. ആരാ കുട്ടിയെന്നാ ആർക്കറിയാ? എത്ത് കാട്ടിലും വേണ്ടില്ല, ഓളെ ഇവിടുന്ന് ഒഴിവാക്കണം. ആദ്യം ആ പള്ളയിലുള്ളതിനെ ഒഴിവാക്കണം. ആസത്രത്തിൽ കൊണ്ടുപോയി കണ്ടുള്ള ഒഴിവാക്കലൊന്നും നടക്കൂല. അതിനുള്ള ഒഴിഞ്ഞ കായൊന്നും ഇപ്പൊ ഇവിടെ അല്ലല്ലോ. പൈസക്ക് ചെലവില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞണ്ട, എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ. അതിനാണ് അന്നെ ഞാൻ വിളിച്ചെത്തിക്കണത്. ഓ അതാണ് അപ്പൊ അത്ര വലിയ കാര്യം? ഇത് ഞാൻ ഓർക്കാത്ത കാര്യം നല്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് മനസ്സിൽ അതന്നെ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങക്കൊരു ബാധ്യതയാകും, അത് പാടില്ല. ഇതിനൊക്കെ ആയിട്ട് ചെലവില്ലാത്തൊരു പരിപാടി ഉണ്ട്. നിങ്ങളെ മരുവോളെയും കുട്ടീനെയും എങ്ങനെ ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പോയി നോക്കട്ടെ. അല്ല സെമിയെ, മെഷീനിട്ട് കണ്ടാണോ തിരുമ്പണത്? മെഷീനൊന്നിട്ട് തിരുമ്പാൻ നിക്കണ്ട കേട്ടോ. കൊമ്പിട്ട് നൂർന്നും പണിയെടുക്കണം. ആ കല്ലാക്കണേ അയിമട്ടടുത്ത് തിരുമ്പിക്കോ. എന്നെ ചിലപ്പോ ഇമ്മ എത്തിനും അയക്കണുണ്ടാവൂലല്ലേ. ഇജാതൊന്നും കാര്യാക്കണ്ട കേട്ടോ. ഇനി 2-3 മാസത്തിന് മെഷീൻ തൊടു തന്നെ വേണ്ട. ഈ കല്ലിലിട്ടാണ്ട് തിരുമ്പണം. ഞാനൊക്കെ അങ്ങനെയല്ലേ കാട്ടിയിരുന്നത്. ഇന്റെ 2-3 കുട്ടികളെ പെറ്റതും ഞാൻ കുമ്പിട്ട് നൂർന്ന് മെഷീൻ ഉണ്ടായിട്ട് തൊടലും കൂടിയില്ല. കുമ്പിട്ട് നൂർന്നും പണിയെടുക്കണം. ഇമ്മ എന്നെ കരുതിയെടുത്തണ്ട വച്ചിട്ടേക്കാരാന്നും പറഞ്ഞു തരാത്തത്. ഇജ്ജ അതൊന്നും കാര്യാക്കണ്ട കേട്ടോ. അതൊക്കെ ഉണ്ടാകും, തുടക്കല്ലേ, അതൊന്നും കാര്യാക്കണ്ട. അതാ കറണ്ടും പോയി. അതിനിപ്പത്താ കിണറ്റില് വെള്ളം ഉണ്ടല്ലോ. ചെറുപ്പേ എങ്ങനെ ഇപ്പൊ ഇനി വെള്ളം കോരുക? അല്ലെങ്കിൽ തന്നെ ഊരെത്താ. കിണറ്റില് വെള്ളം ഉണ്ടല്ലോ, പിന്നെ എത്തിനാ ബുദ്ധിമുട്ടുന്നത്? വെള്ളമില്ലാത്തവരൊക്കെ എത്രങ്ങാനും കഷ്ടപ്പെടുന്നുണ്ട്. കെട്ടിക്കൊടുന്നു കണ്ടൊക്കെ അല്ലേ കാര്യങ്ങൾ കഴിക്കുന്നത്. തടിയൊന്നും അനങ്ങും ചേച്ചാലോ.
തുടങ്ങിക്കണേ. അമ്മ